കണ്ടോ പ്രാർത്ഥനയേറ്റില്ലേ? അയ്യോ ശബ്ദം. നീ എവിടെ? ഇവിടെ ഇവിടെ എവിടെ? നിങ്ങളുടെ പുറകില് മുകളില് മോളിലോ? എന്തൊക്കെയാ സംഭവിക്കുന്നേ? എനിക്കറിയില്ല. എല്ലാ കാക്കസിന്റെ പണിയായിരിക്കും. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് താഴത്തോട്ട് ഇറക്കിത്താ. ഞാൻ വിചാരിക്കാതെ ആരും താഴെ നല്ല ചോദ്യം. ഞാൻ ആരാണെന്ന് ആരും അറിയണ്ട. അതെനിക്കിഷ്ടമല്ല. പിന്നെ എന്താ വേണ്ടെന്ന് ചോദിച്ചില്ലേ? ഒന്നും വേണ്ട. എന്നെ എന്റെ വീട്ടിലെത്തിച്ചാൽ മതി. പിന്നെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. അതെനിക്കറിയില്ല എവിടെയാണെന്ന്. ഞാൻ അങ്ങനെ ഇവിടെ എത്തിയെന്ന്. അതെന്തൊരു കോത്താഴ്ത്ത വർത്താന. എവിടെന്നറിയാതെ ഞങ്ങളെങ്ങനെ കൊണ്ടെത്തിക്കാനാ? തർക്കുത്തരം പറയും. അയ്യോ തന്നില്ലേ, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. അതെ ഞാൻ പാവാണ്. ഞാനും പാവാണ്. കാക്കസ് പാവാ. അതുകൊണ്ട് കൂടുതൽ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. എന്നെ എന്റെ വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചില്ലെങ്കിൽ എല്ലാവരും ഇതേപോലെ ഭിത്തി കയറും. ജീവനോടെ അല്ല, പടമായിട്ട്. അയ്യോ പ്രേതം പോയോ? ആ പ്രേതം പോയോ? ഹലോ, എണീക്കുന്നില്ലേ? എണീറ്റു. സമയം 10 മണിയായി. അപ്പൊ അവയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? തീരുമാനമാക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാ? ആ കാക്കസ് ഇവിടെ കൊണ്ടുവന്നത് മാമനല്ലേ? മാമനോട് ചോദിക്കേ എവിടുന്ന് വാങ്ങിയെന്ന്. അത് പറയാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ അവനെ വിളിച്ചായിരുന്നു. പക്ഷെ പാവയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേനും അവൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ എത്ര വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ എന്തോ സംഭവം ഉണ്ട്. അതാ കോൾ എടുക്കാത്തെ. എന്തായാലും ഒന്നുകൂടെ വിളിച്ചു നോക്ക്, ചിലപ്പോ കോൾ എടുത്താലോ. സ്വിച്ച് ഓഫ്. ഇനി എന്താ ചെയ്യാ? പുലീനെ അതിന്റെ മാളത്തിൽ പോയി പിടിക്കണം എന്നല്ലേ ചൊല്ല്. ഇപ്പൊ എന്തിനാ പുലീനെ പിടിക്കുന്നത്? ലക്ഷണം കണ്ടിട്ട് അർജുനോട് ഇല്ലാന്ന് തോന്നുന്നു. വണ്ടി 2 ഇവിടെ കിടപ്പുണ്ടല്ലോ. അകത്തുനിന്നാ പൂട്ടിയേക്കുന്നത്. അപ്പൊ ആളകത്ത് കാണും. ഞാൻ ഫോൺ എടുത്ത്.
നിങ്ങളെന്താ അടുക്കള വഴി? സാധാരണ മുൻപസ്കൂടെയാണ് വരാറ്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഞങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ കിട്ടി. മാമന് മുൻവശത്തൂടെ വരാൻ എന്തോ തടസ്സമുണ്ടെന്ന്. അടുക്കള വഴി മാത്രമേ വരൂന്ന് മനസ്സ് പറഞ്ഞു. പറടാ, നീ എന്താ ടോയുടെ കാര്യം ചോദിച്ചപ്പോ ഫോൺ കട്ട് ചെയ്തത്? പിടിവിട് പറയാം. ഇത്രയും പ്രശ്നം അവിടെ ഉണ്ടായാലും ഞാൻ അറിഞ്ഞു. അത് പറയാൻ വേണ്ടി ഞാൻ ഫോൺ വിളിച്ചപ്പോ നീ എടുത്തോ? എടുത്താലല്ലേ അറിയുള്ളൂ. ഞാൻ കരുതിയത് നീ ആ പാവനെ കുറിച്ച് എന്തോ അറിഞ്ഞിട്ട് ചോദിക്കാൻ വിളിക്കാന്നാ. പാവനെ കുറിച്ച് എന്തറിയാൻ? നിനക്കത് എവിടുന്ന കിട്ടിയെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചോണ്ടിരുന്നത്. മാമൻ എന്തോ മറക്കുന്നുണ്ടല്ലോ. എന്തേലും ഉണ്ടെങ്കിൽ പറ മാമ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും കൂടെ ഭിത്തി കയറും. എന്തെങ്കിലും അറിയാമെങ്കിൽ പറ. നീ അത് എവിടുന്നാ വാങ്ങിച്ചത്? അല്ല, അത് വാങ്ങിയത് അത് പിന്നെ എന്തെങ്കിലും അറിയാമെങ്കിൽ പറ. നീ സത്യത്തില് അത് ഞാൻ വാങ്ങിയതല്ല. വാങ്ങിയതല്ലേ? പിന്നെ മോഷ്ടിച്ചതെങ്ങാനും ആണോ? അതെനിക്കൊരു ബസ് സ്റ്റാൻഡിൽ നിന്ന് കളഞ്ഞിട്ടിയാ. കളഞ്ഞു കിട്ടിയതോ? ഏത് ബസ് സ്റ്റാൻഡിൽ നിന്ന്? അത് ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വരുന്നു. TK കോളനി റൂട്ടിൽ ചെട്ടിപ്പാടം കഴിഞ്ഞ് ആ ശ്മശാനത്തിൻ്റെ അവിടുത്തെ ഇറക്കിറങ്ങി വരുമ്പോൾ പെട്ടെന്നൊരു മഴ വീഴും. റെയിൻ കോട്ട് ഇടാൻ വേണ്ടി ഞാൻ അവിടെ ഉള്ളൊരു വെയിറ്റിംഗ് ഷെഡിൽ കയറി. എടുത്തു നോക്കിയപ്പോ ഒരു കാക്കസ് പാവ. അപ്പോഴാണ് ദിയയുടെ ബർത്ത്ഡേയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ അതങ്ങോട്ട് എടുത്തു അല്ലേ? അതെ. നാണല്ലോ മാമന് വഴി നിട്ടിയ സാധനങ്ങൾ എടുത്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാന്. എടി, അത് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചല്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആരോ അത് എടുക്കാൻ പറയുന്നത് പോലെ ഒരു ഒരു ഉൾവിളി എൻ്റെ മനസ്സിനെ ആ പാവയിലേക്ക് ആരോ ആകർഷിക്കുന്നത് പോലെ. അതാ ഞാൻ എടുത്തത്. എല്ലാ കള്ളന്മാർക്കും ഇതേ മാനസികാവസ്ഥ തന്നെയാണ് ഓരോന്ന് കാണുമ്പോ. അതിങ്ങനെ സാഹിത്യത്തിൽ പൊതിഞ്ഞു പറഞ്ഞാലൊന്നും മോശനാവാതിക്കൂല. അബദ്ധം പറ്റിപ്പോയി, നീ ഒന്ന് ക്ഷമിക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. വേണമെങ്കിൽ ആ പാവനെ സെയിം ബസ് സ്റ്റോപ്പിൽ തന്നെ തിരിച്ചു കൊണ്ടുവാക്കാം. ഓ, അതുകൊണ്ട് ഇനി കാര്യമൊന്നുമില്ല. അതിനെ അതിന്റെ വീട്ടിൽ തന്നെ എത്തിക്കണം എന്നാ പറഞ്ഞേക്കണേ. അതിനെനിക്ക് വീട്ടിൽ നിന്ന് തന്നെയല്ലോ കിട്ടിയത്. വേണമെങ്കിൽ അതിനെ കിട്ടിയ സ്ഥലത്ത് തന്നെ വെക്കാന്ന് പറ. എന്നാ നീ വന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എന്നിട്ട് ഭിത്തിയെ കയറിയിരിക്കും. നല്ല രസാ. അല്ലാതെ ഞാനെങ്ങനെ അതിന്റെ വീട് കണ്ടുപിടിക്കണത്? അത് 3 വർഷം മുമ്പ് നടന്ന സംഭവം. എന്റെ പൊന്നർജു, എങ്ങനെയാ എന്താ എവിടുന്നാന്നുള്ള ചോദ്യം ആ പ്രേതപ്പാവയുടെ അടുത്ത് നടക്കൂല. നമ്മുടെ മുമ്പിൽ ആകെ ഒരു വഴിയുള്ളൂ, അതിന്റെ വീട് കണ്ടുപിടിച്ച് കൊണ്ടാക്കാന്നുള്ളത്. അല്ലെങ്കിൽ ഞാനും നീയും പിള്ളാരും നിക്കിയും എല്ലാരും ഭിത്തിയെ കയറും. ഞാനങ്ങനെ ഭിത്തി കയറും? എന്റെ കാര്യം പ്രയത്നം അറിയില്ലല്ലോ. അറിയില്ല, പക്ഷെ ഞങ്ങൾ അറിയിക്കും. എന്തിനാന്ന് ചോദിച്ചാ നീയല്ലേ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആള്. ഇവിടുന്നാണ് ഞാൻ ലാസ്റ്റ് കാറ്റ്കസിനെ കണ്ടത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലാസ്റ്റ് കണ്ടത് ബാത്റൂമിന്ന് ക്ലോസറ്റിന് മോളുന്നു. ഞാൻ ഫ്രിഡ്ജിനകത്തും. ഞാൻ പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടത് മൊത്തം ഹൈ ലെവൽ സംഭവങ്ങൾ മാത്രം. അത് ഞങ്ങളും കണ്ടിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ പാവനെ കണ്ടിരിക്കുന്നു. ഇന്നലെ വല്ല തുമ്പ് കിട്ടുള്ളൂ. അതിനെ കിട്ടിയിട്ട് എന്ത് തുമ്പ് കിട്ടാൻ? വല്ല സ്റ്റിക്കറോ കടയുടെ പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. കടയുടെ പേര് കിട്ടിയാലും 2-3 കൊല്ലം മുന്നത്തെ കസ്റ്റമറൊക്കെ അവർ ഓർത്തിരിക്കുവോ? നമ്മളെ ഭാഗ്യം പോലെ എന്തായാലും എല്ലാവരും ഒന്നുകൂടി ധരിച്ചു പേർക്ക്. ഓക്കെ, എല്ലാവരും നമുക്കിവിടെ മൊത്തം ഭരിച്ചു പറക്കാം. Let's start.
നമ്മൾ ഇത്രയും നോക്കിയിട്ട് കാണാതിരിക്കാൻ മാത്രം ഇത് എവിടെ പോയി വിളിച്ചു? ഈ വീട് വിട്ട് എവിടെയും പോയി കാണത്തില്ല, എവിടെയോ ഇരിപ്പുണ്ടത്, അതുറപ്പാ. അല്ല ദിയമോളെ, ഇനി നമുക്ക് കിട്ടിയ സ്ഥലത്ത് തന്നെ ഉണ്ടാവോ? ദാ ഈ ചിമ്മിനീന്റെ മോളിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. സ്റ്റിക്കറോ പേരോ ഒന്നും ഇല്ല കേട്ടോ, ഒരു ക്ലൂ ഇല്ല. പണിയാണല്ലോ. മിക്കവാറും ഇന്ന് രാത്രി നമ്മള് ഭിത്തി കയറും. അതല്ല, ഒരു ഡൗട്ട്. ദിയമോള് ബാറ്ററി ഇട്ടപ്പോഴല്ലേ ഈ പാവയുടെ ഗോസ്റ്റ് പുറത്തു വന്നത്? അതെ, അതിന് അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ ബാറ്ററി ഊരിയ? ഇത് ഓഫ് ആവും, ഗോസ്റ്റ് ഇതിൽ കൊടുക്കും. യെസ്. എന്നാ പെട്ടെന്ന് ബാറ്ററി ഊരർജു. ഇതിന്റെ ബാറ്ററി സ്ഥലം എവിടെ? അടിയില് ആ സ്വിച്ചിന്റെ പുറത്ത്. എവിടെ? കാണുന്നില്ലല്ലോ. തന്നെ ഒന്നും കാണാനില്ലല്ലോ. കാണാനില്ലേ? നീ പിന്നെ ബാറ്ററി ഇട്ടു പറഞ്ഞത് എവിടെയാ? അന്നും ഉണ്ടായിരുന്നു, എനിക്ക് കണ്ടല്ലേ. അതെ, ദിയമോള് ബാറ്ററി ഇടുന്ന ഞാൻ കണ്ടതാ. വേഗം ബുദ്ധിയുള്ള ആളാ, അതിനൊക്കെ ആയം തന്നെ അടച്ചു. ചേച്ചി സൂക്ഷിച്ചു. അയ്യോ കുട്ടി. അതെന്താ പേപ്പർ ചുരുള? നൈറ്റ് ഫ്ലവർ. പാതിരാ പുഷ്പം കൺകൾ തുറക്കവേ ഒരു കളി പാവതൻ ചിരി കേൾക്കുന്നുവോ നീ? പാടാത്ത നാദത്തിൽ പാടുന്നു ഞാൻ, ഇരുളിൻ മറയിൽ നിന്നെ കാത്തിരിപ്പു. നീ ഉറങ്ങിക്കോ, ഞാൻ വരുന്നു, വീണ്ടും വരുന്നു, വീണ്ടും.